ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താൻ ധൈര്യമായിട്ട് പായസം വെച്ചോ, നമുക്ക് ആഘോഷികളെ. ശരി. കണ്ടില്ലേ, നിന്റെ ഓരോ വിജയത്തിലും അവളിപ്പോ നല്ലപോലെ സന്തോഷിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഞാൻ ആ APP ഹേമേന്ദ്രനെ കണ്ടിരുന്നു. നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് അയാൾ ഏറ്റതാണ്. അയാൾക്ക് ഞാനൊരു തുക ഓഫർ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അതുകൊണ്ടാണോ കോടതി ഇപ്പൊ ആ സ്ത്രീക്ക് ജാമ്യം അനുവദിച്ചത്? അവർക്ക് ജാമ്യം കിട്ടിയോ? ആ APP ചതിച്ചല്ലോ. APP അല്ല, നിങ്ങളാ ചതിച്ചത്. APPയുമായി സംസാരിച്ച കാര്യം പോലും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ അയാൾ ആവശ്യപ്പെട്ട തുക ഞാൻ അയാളുടെ പക്കൽ എത്തിക്കുമായിരുന്നല്ലോ. രാവിലെ കോടതിയിൽ എത്താന്നും പറഞ്ഞിട്ട് ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് നിങ്ങൾ മുങ്ങി അല്ലേ? കോടതി അതുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുക്കുകയും ചെയ്തു. നിങ്ങളുടെ പൊടി പോലും ആ പരിസരത്തില്ല. എടോ, താൻ എന്നെ ചീറ്റ് ചെയ്യാണോ? ഒരിക്കലല്ല മാഡം, ഞാൻ പറയുന്നത് സത്യമാണ്. എല്ലാം APP പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ ഞാൻ രാവിലെ പോയത്. അയാൾക്ക് പണം കോടതി വിധി വന്നു കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞോണ്ടാ ഞാൻ അത് മേഡത്തിനെ അറിയിക്കാതിരുന്നത്. അതുകൊണ്ട് എന്താ, ആ തള്ളയ്ക്ക് ജാമ്യം കിട്ടി. ഇതിനേക്കാളും വലിയൊരു തോൽവി എനിക്കുണ്ടോ? ദേ, താനിനി എന്റെ മുമ്പിൽ വന്നു പോരുത്. മേഡം, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇന്നെന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. എന്റെ വിവാഹമായിരുന്നു. വിവാഹോ? അതെ, ഒരു പ്രത്യേക സന്ദർഭത്തിൽ എനിക്കത് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാ എനിക്ക് കോടതി പോകാൻ പറ്റാതിരുന്നത്. അവർക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യാന്ന് ആ APP ഹേമേന്ദ്രൻ എനിക്ക് ഉറപ്പ് തന്നതാ. ആ ഉറപ്പ് താൻ പുഴുങ്ങി തിന്ന്. ഓ, ദേ, ഇനിയൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ തമ്മിലുള്ള എല്ലാ കരാറുകളും ദേ ഇവിടം കൊണ്ട് അവസാനിച്ചു. മേഡം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. താനേ കല്യാണം കഴിഞ്ഞ് സുഖിച്ച് ജീവിച്ചോ. എന്റെ കൺമുന്നിൽ തന്നെ ഇനി കണ്ടുപോരുത്. അവന്റെ കല്യാണമായിരുന്നു പോലും. ഇഡിയറ്റ്. ആരാ സംസാരിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പണി കിട്ടി. അത് സാരമില്ല, അതെല്ലാം ശരിയാവും. ശരിയാക്കാം. പോവാം നമുക്ക്. ചിരിയടാ. പോവാം. ഇനി പോവാം. സമൃദ്ധേ, സമൃദ്ധ, സമൃദ്ധ, സമൃദ്ധ. എടോ, വിധി വന്നു. സച്ചിൻ അമ്മയ്ക്ക് ജാമ്യം കിട്ടി. എന്റെ ഈശ്വരാ, ഇപ്പോഴൊരു സമാധാനായത്. ഇതുവരെ ഞാൻ അനുഭവിച്ചൊരു ടെൻഷൻ. പാവം കമല രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. ഗൂഗിൾ, താങ്ക്സ് ഗൂഗിൾ. ഗൂഗിൾ അവരെ രക്ഷിച്ചത്. അല്ല, അതിന് ഞാനെന്ത് ചെയ്തു? കോടതിയിൽ കേസ് വാദിച്ചത് അഡ്വക്കേറ്റ് ആരതിയല്ലേ? വാദിച്ചത് അഡ്വക്കേറ്റ് ആരതിയാണെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഗൂഗിൾ തന്നെയായിരുന്നു എന്ന് എനിക്കറിയാം. ഗൂഗിളിന് വേണമെങ്കിൽ ഈ കേസിന്റെ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് ഹാജരാവായിരുന്നല്ലോ.
എന്നിട്ടും അവരെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഹാജരാവാതിരുന്നേ? അത് പിന്നെ സച്ചിയുടെ അമ്മയല്ലേ. അത് മാത്രമല്ല, ഇതൊരു ജെനുവിൻ കേസാ. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഇന്നലെ അഡ്വക്കേറ്റ് ആരതിയെ വിളിച്ചു വരുത്തി പോയിന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തേ? നിനക്ക് പുണ്യം കിട്ടും. അവരുടെ പ്രാർത്ഥന എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. അമ്മേ, ഞങ്ങൾ ഈ വക്കീലന്മാരൊന്നും മനസ്സാക്ഷിയില്ലാത്തവരല്ല. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്തായാലും ആ അമ്മ രക്ഷപ്പെട്ടല്ലോ. നമുക്കിന്നൊരു പായസം വെച്ചാലോ? എന്തിന്? എടോ, പായസം വെച്ച് സന്തോഷിക്കുന്നത് അവരുടെ വീട്ടിലല്ലേ. അവരുടെ മക്കൾക്കല്ലേ നമ്മളെക്കാ സന്തോഷം. ആ, അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ എനിക്കിന്ന് ഒരു സന്തോഷമുള്ള ദിവസം തന്നെയാ. ഗൂഗിള് കാരണമാണല്ലോ അവര് രക്ഷപ്പെട്ടത്. അതിനാ ഈ പായസം. അവരുടെ മകളെ പോലെ ഇവളൊരു മകളല്ലേ? എന്നെ പോലെ തന്നെ ഒരമ്മയല്ലേ കമലയും? അവള് പായസം വെക്കട്ടെ. അത് കുടിക്കുന്നതില് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. താൻ ധൈര്യമായിട്ട് പായസം വെച്ചോ, നമുക്ക് ആഘോഷികളെ. ശരി. കണ്ടില്ലേ, നിന്റെ ഓരോ വിജയത്തിലും അവളിപ്പോ നല്ലപോലെ സന്തോഷിക്കുന്നുണ്ട്. ഇവളെപ്പോലെ മറ്റൊരു പെണ്ണ് ഇനി നിന്റെ ജീവിതത്തിലേക്ക് വരില്ല. അത് മനസ്സിലാക്കി പെരുമാറിയ നിനക്ക് നല്ലത്. മോളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. ന്യായം നടപ്പാക്കാനാണ് കോടതി, അല്ലാതെ നിരപരാധികളെ ശിക്ഷിക്കാനല്ല. ഇതൊന്നും അമ്മ മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അയാള് മരിച്ചത് അമ്മ കൊടുത്ത പഴങ്കഞ്ഞി കുടിച്ചിട്ടുമല്ല, ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അങ്ങനെയുള്ളപ്പോ ഒരു കോടതിക്കും ജാമ്യം തരാതിരിക്കാൻ പറ്റില്ല. എന്നാലും കോടതിയിൽ അതെല്ലാം പറഞ്ഞു തെളിയിക്കാൻ പറ്റിയത് എന്തായാലും മാഡത്തിന്റെ മിടുക്ക് തന്നെയാ. ഞാൻ എന്റെ ജോലി ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്കിന്ന് ജാമ്യം കിട്ടണമെന്ന് ഗോകുൽ സാറിന് വലിയ നിർബന്ധമായിരുന്നു. ഞാനും സച്ചിൻ കൂടി ഇന്നലെ ഗോകുൽ സാറിന്റെ വീട്ടിൽ പോയി സംസാരിക്കുകയും ചെയ്തു. സച്ചി, കൊടുക്ക്. മാഡം, വേറൊന്നും വിചാരിക്കരുത്. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഇത് സ്വീകരിക്കണം. ഇത് വക്കീൽ ഫീസാണോ? അത് പിന്നെ അങ്ങനെയും പറയാം. ഞാൻ സാധാരണ എന്റെ കക്ഷികളോട് വക്കീൽ ഫീസ് വാങ്ങാറുണ്ട്. പക്ഷേ ഈ കേസില് ഇതിനു വേണ്ടിയല്ല, എന്റെ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ ഈ കേസ് വാദിച്ചത്.